ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഫ്ലോഡി. അയ്യോ അഖില, ഒരു ചേഞ്ചിന് വേണ്ടി ഇൻട്രൊഡക്ഷൻ മാറ്റിയതാണ് കേട്ടോ. സൈഡിൽ ഒരാൾ നിന്ന് കൗണ്ടർ അടിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അമ്മയുടെ കൂടെ അമ്മേൻ്റെ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി പുറത്തുമാണ്. പിന്നെ എൻ്റെയും ചെറിയൊരു കാര്യം കൂടിയുണ്ട്. അപ്പം എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, അമ്മയുണ്ട്. നമ്മൾ മൂന്നാളും കൂടി കോഴിക്കോടേക്കാണ് പോകുന്നത്. നമ്മൾ വിചാരിച്ച് അവിടെ എത്തുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, പെട്ടെന്ന് തിരിച്ചു വരുന്നു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ശശിയായി നമ്മളവിടെ എത്തിയപ്പോൾ നമ്മുടെ ടോക്കൺ നമ്പർ 74 ആയിരുന്നു. അപ്പോൾ ആൾ നമ്മുടെ അടുത്ത് പറഞ്ഞു പോയി ചായയൊക്കെ കുടിച്ച് മെല്ലെ വന്നാൽ മതി എന്നുള്ളത്. എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, പിന്നെ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കും ഗായ്സ്. അത് എവിടുന്നാന്ന് അറിയാമോ? വീട്ടിൽ ആ പറമ്പ് കയറി കഴിക്കാൻ അല്ലാണ്ട് നിന്റെ വീഡിയോയിലെ വീഡിയോ ഇതാ ഇപ്പം ഞാൻ എടുത്തോണ്ടല്ലേ നടക്കുന്നത്. നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് എവിടെയാണ് സരോവരം ബയോ പാർക്കിൽ പോകുകയോ. എൻ്റെ കൂടെ ഒരാളുണ്ട്, മുഖം കാണിക്കൂല. അരെ സ്പീഡിൽ നടന്നിട്ട് അവിടെ ഫസ്റ്റ് എത്തുക, മുഖം കാണിക്കുന്നില്ല. അയ്യോ കിതക്കാൻ തുടങ്ങി. ആളത് പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോയിൽ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് പബ്ലിക്കിൽ ഇങ്ങനെ ക്യാമറ പിടിച്ച് നടക്കുകയെന്ന് വെച്ചാൽ ഇപ്പം കാണുന്ന എല്ലാവർക്കും യൂട്യൂബ് ഉണ്ട്. ആൾക്കാർ ഇവരൊക്കെ എന്താ, ഞാൻ ഭയങ്കര അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് എന്നാണ് ഞാൻ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. കൂടെ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ എനിക്ക് നോൺ കെയർ എന്ന മൈൻഡാണ് കേട്ടോ. അതാണ് അവൾ പറഞ്ഞത്. അവൾ കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഭയങ്കര കോൺഫിഡൻസിൽ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നത്. എനിവേ, നമ്മളടുത്ത് ലേറ്റ് ആയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അമ്മേനെ അവിടെ ടോക്കൺ ക്യൂവിൽ നിൽപ്പിച്ചത്. ഞങ്ങൾ തൊട്ടടുത്ത് 10 മിനിറ്റ് അങ്ങനെ നടക്കാനുള്ള ഡിസ്റ്റൻസിൽ സരോവരം ബൈ ബർക്കെന്ന് കണ്ടു. അതിന് ഞങ്ങൾ അങ്ങോട്ട് പോയി. ആക്ച്വലി രാവിലെ തന്നെ ആയതുകൊണ്ടായിരിക്കും നല്ല പീസ്ഫുള്ളായ സ്ഥലം, കിളികളെ സൗണ്ടും അതൊക്കെയാണ് ഉണ്ടായിരുന്നത്. ആൻഡ് കുറേ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റി. കുറച്ച് നേരം വെറുതെ ഇങ്ങനെ ഇരിക്കാൻ പറ്റി. നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ അമ്മ വിളിച്ചു, പെട്ടെന്ന് വരാൻ പറഞ്ഞു. എന്തൊക്കെ ഫോം ഫില്ല് ചെയ്യാനും പിന്നെ എന്തോ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനാണ് അതിനങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. പിന്നെ നമ്മൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെറിയൊരു ആവശ്യത്തിന് മൃഗാശുപത്രിയിലേക്ക് പോകേണ്ട വന്നു. അവിടെ പോയി, അവിടെയും കുറച്ച് നേരം പോസ്റ്റായി. എൻ്റെ അവിടെ കുറേ പട്ടികളുണ്ടായിരുന്നു. എൻ്റെ ചിന്തയിൽ മൃഗാശുപത്രി എന്ന് പറഞ്ഞാൽ മറ്റേ ആട്, പശു അതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോഴേ ഞാൻ ഇങ്ങനെ വെച്ചാൽ ശരിയാണല്ലോ, വീട്ടുകാരൊക്കെ പട്ടി പൂച്ച ഇതിനൊക്കെ വളർത്തുമ്പോൾ അതിനും ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ഞാൻ ഇതിരച്ചും മൃഗാശുപത്രി പോയിട്ടേ ഇല്ല, അപ്പോഴാണ് ആദ്യമായിട്ട് പോകുന്നത്. അങ്ങനെ ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ SM-ലേക്ക്. ഞാൻ കഴിഞ്ഞ തവണ ഇവിടുന്ന് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഓടിക്കയറിയത് അവിടെയായിരുന്നു. പക്ഷേ എൻ്റെ ഇമ്പ്രഷൻ അങ്ങ് പോയി. ഞാൻ ഉദ്ദേശിച്ച സാധനം അവിടുന്ന് കിട്ടിയില്ല. നമ്മൾ നേരെ പോയത് പരാഗിലായിരുന്നു. അവിടെ കുറേ തിരഞ്ഞ് അവസാനം കുറച്ച് നല്ല റേറ്റുള്ളൊരു സാധനം അതെനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞാൻ ചെരുപ്പ് നോക്കി, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമായില്ല. പിന്നെ അമ്മയ്ക്ക് സാരി നോക്കി. പിന്നെ നമ്മൾ കുറേ സാധനം ബെഡ്ഷീറ്റ് കാര്യങ്ങൾ SM പോയി. അങ്ങനെയാണല്ലോ പൊതുവേ. അങ്ങനെ അമ്മ ഉദ്ദേശിച്ച സാധനം കിട്ടാണ്ടായി ഞങ്ങൾ വേറെ ഷോപ്പിലൊക്കെ പോയി തിരിച്ച് നല്ല ലേറ്റായി വീട്ടിലെത്താൻ. അപ്പോൾ പോകുന്ന വഴിക്കൊരു ഷേക്കും കുടിച്ച് വീട്ടിലേക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. സീ ഇൻ ദ നെക്സ്റ്റ്